പൊന്നു രാവിലെ അടിച്ച് ഓഫാണ്. രാവിലത്തെ കാപ്പിക്കുള്ള തയ്യാറെടുപ്പിലാണ് തത്തു. വിരുന്ന് പോകാനുള്ള പാക്കിങ്ങിലാണ് നമ്മൾ. അടുത്ത വിരുന്ന് കോട്ടയം ചങ്ങനാശ്ശേരിക്കാണ്. ഞാനും തത്തുവും പൊന്നും അമ്മുമ്മയാണ് ഇന്നത്തെ യാത്ര. പെട്ടികളെല്ലാം കാറിലെടുത്ത് വെച്ച് നമ്മൾ യാത്ര അയക്കാൻ എല്ലാരും മുകളിൽ വന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ചങ്ങനാശ്ശേരി. തികച്ചും നെടുമങ്ങാട് മാത്രം കണ്ട തത്തുവിന് നല്ല എക്സൈറ്റ്മെന്റിലാണ്. 3 മണിക്കൂറത്തെ യാത്ര. നമ്മൾ ചങ്ങനാശ്ശേരി കുഞ്ചാച്ചിയുടെ വീട്ടിൽ നല്ല കിടിലം കപ്പയും മീനൊക്കെ കഴിച്ച് ക്ഷീണമൊക്കെ മാറ്റി ഫ്രഷ് ആയി. ഇവിടെ എല്ലാരും ഫുൾ ഹാപ്പിയാണ്. നമ്മുടെ കാറ് മുറ്റത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേ എന്റെ കിളി ഇവർ നാത്തൂനും ഇപ്പൊ ചങ്കും കറലാണ് കേട്ടോ. എന്തരാവോ എന്തോ. ഒന്ന് ഉറങ്ങി എണീറ്റപ്പോ രാവിലത്തെ ചായ വന്നിട്ടാ. ഇവിടുത്തെ മോർണിംഗ് ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദേ കണ്ടില്ലേ, എല്ലാടും ഒരു പ്രത്യേക ഭംഗി. രാവിലെ എണീറ്റപ്പോ കുഞ്ചാച്ചി കാറെല്ലാം വാഷ് ചെയ്ത് സെറ്റാക്കിട്ടേക്കും. ഊരുതണ്ടൽ ഇനിയും ബാക്കി. പുറം ലോകം കാണാത്ത തത്തുവിന് ഇതെല്ലാം ഭയങ്കര ഹാപ്പി. രാവിലെ ചെറിയ വെയിലൊക്കെ കൊണ്ട് നമ്മൾ അടുത്ത യാത്രക്കുള്ള പ്ലാനിലാണ്. പത്രം ഒന്നും തുറക്കാനേ കേട്ടാ, ഫുള്ള് ദുരന്ത കഥകളാണ്. രാവിലെ തന്നെ സുന്ദരക്കുട്ടപ്പൻ വരെ നമ്മൾ ഇവിടുന്ന് ഫാമിലി ആയിട്ട് അടുത്ത വീട്ടിലേക്ക് കുഞ്ചാച്ചിയും ഞാനും എല്ലാരും ഇട്ടാ. അപ്പോഴാണ് പുതിയൊരു കുരു മുഖത്ത് പൊങ്ങിയ വിവരം ഞാൻ അറിയാം. ഇതൊരു ഹാൻഡ് മെയ്ഡ് റെയർ പീസ് ആണ്. എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യും. ഇവിടുത്തെ ഒരു ഗംഭീര ഊണും ഒരു ചോക്കോബാർ. നമ്മുടെ ഫാമിലി ഫുൾ ഹാപ്പി. ഇതാണ് നമ്മൾ വന്ന അടുത്ത വീട്. അപ്പോഴാണ് ഈ വണ്ടി എന്നെ കണ്ണിപ്പോ ഒരു സുസുക്കി ബ്രസായുടെ ഒളിച്ചു കിടക്കുക. തത്ത് ഇവിടെ ഐസ്ക്രീം തിന്നു. ട്രിവാൻഡ്രം ടു കോട്ടയം വണ്ടി ഓടിച്ച് എന്റെ നടുവൊരു വരുവായി. ഉറക്കത്തിൽ ഒരു തീരുമാനമായി. തിരിച്ചു പോരുന്ന വഴിക്ക് ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞ് കുഞ്ചാച്ചി നമ്മളെ കൊണ്ട് പോകും. ഇതാണ് അപാര വലിപ്പാണ് കേട്ടോ. അതിന് പോകുന്ന വഴിക്ക് ജസ്റ്റ് കയറി ഒന്ന് കണ്ടു. അന്ന് നൈറ്റ് തന്നെ നമ്മള് വീട്ടിലേക്ക് തിരിക്കുകയാണ്. പാട്ടാൻ പറഞ്ഞു തത്തുട്ടിയുടെ പാട്ടേ അപ്പൊ അടുത്ത വീഡിയോ സന്ധിക്കർ വരയ്ക്കും. ടേക്ക് കെയർ, ഗുഡ് ബൈ.